ശ്രീ ടി പി ശ്രീനിവാസൻ 50 ദിവസം ഈ യുദ്ധം പിന്നിടുമ്പോഴും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും അടുക്കള വരെ ഈ യുദ്ധത്തിന്റെ പ്രതിസന്ധി എത്തിയിട്ടുണ്ടെങ്കിലും അല്പം ആശ്വാസം ഇറാൻ ഇന്ത്യയോട് പുലർത്തുന്ന പ്രത്യേക സമീപനം തന്നെയായിരുന്നു. പക്ഷേ 2 ഇന്ത്യൻ കപ്പലുകൾ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തോടെ അത് മാറിമറിയുകയാണോ? ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് കടുത്ത പ്രതിസന്ധിയുടെ ദിവസങ്ങളാണ്. അത് തീർച്ചയായിട്ടും വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ എന്ന് പറയാറില്ലേ, ഇപ്പോൾ -1 ആയിരിക്കുകയാണ്. കാരണം മുമ്പുണ്ടായിരുന്ന പ്രതീക്ഷകളെല്ലാം അപ്രത്യക്ഷമായി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഇസ്ലാമാബാദിലെ ടോക്സിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ സാധ്യതകൾ വളരെ കുറവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രഖ്യാപനത്തിൽ ഒരു പ്രിസംഷൻ തന്നെയുണ്ട്, ഈ ചർച്ചകൾ നടക്കുകയില്ലെന്നും അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഒരു ഡാഗർ പിടിച്ചുകൊണ്ടാണ് ഈ ചർച്ച തുടങ്ങാൻ പോകുന്നത്. ഇറാനോട് പറയുന്നത് ഇന്നെല്ലാം ഞങ്ങൾ ചെയ്യും, നിങ്ങൾ അപ്പോൾ ഈ ചർച്ചയ്ക്ക് വലിയ അർത്ഥമൊന്നുമില്ല. അദ്ദേഹം ഒരു അൾട്ടിമേറ്റം കൊടുക്കുകയാണ്. അത് നിങ്ങളെല്ലാം സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധം അവസാനിക്കും, അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് യുദ്ധം നടത്തും. ഇത് ടിപ്പിക്കൽ ഡൊണാൾഡ് ട്രംപ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ ഇതൊന്നും ആയിരുന്നില്ല ഇഷ്യൂസ്. 27 ഫെബ്രുവരി യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ ഇഷ്യൂവിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് ആദ്യത്തെ ഇസ്ലാമാബാദ് ടോക്സ് കഴിഞ്ഞപ്പോൾ വൈസ് പ്രസിഡന്റ് വാൻസ് പറഞ്ഞത് ഏറ്റവും വലിയ ഇഷ്യൂ ന്യൂക്ലിയർ ഇഷ്യൂ ആണെന്നാണ്. അപ്പോൾ ന്യൂക്ലിയർ ഇഷ്യൂവിൽ ഉണ്ടായിരുന്ന എഗ്രിമെന്റ് ഇവർ തമ്മിൽ ഒമാനിന്റെ സാന്നിധ്യത്തിലുണ്ടായ എഗ്രിമെന്റ് പോയി എന്ന് മാത്രമല്ല, ഇപ്പോൾ അതിന് കൂടുതൽ പ്രശ്നങ്ങളായി അതിനെ കാണുകയാണ്. അതുപോലെ തന്നെയാണ് ഹോർമൂസ് സ്ട്രേറ്റ്സും. അതൊരു ഇഷ്യൂ ആയിരുന്നില്ല. ഇറ്റ് വാസ് ആൻ ഓപ്പൺ സ്ട്രേറ്റ്. അപ്പോൾ ഒരു ഓപ്പൺ സ്ട്രേറ്റിനെ ക്ലോസ് ചെയ്തിപ്പോൾ ഇനി ഓപ്പൺ ചെയ്യുന്ന ഒരു സ്ഥിതി. ആരോ പറഞ്ഞു അഫ്ഗാനിസ്ഥാനിൽ ചെയ്ത പോലെ 30 കൊല്ലം താലിബാനോട് യുദ്ധം ചെയ്യുക, എന്നിട്ട് താലിബാൻ തന്നെ അധികാരം കൈമാറി കൊടുക്കുക എന്നുള്ളൊരു സ്ഥിതി പോലെ തുറന്നു കിടന്നിരുന്ന ഹോർമൂസ് സ്ട്രേറ്റിനെ അടപ്പിക്കുകയും അത് കഴിഞ്ഞ് തുറക്കാനായിട്ട് ആവശ്യപ്പെടുകയും, അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അതിന് കൂടുതൽ ഫോഴ്സ് ഉപയോഗിക്കുന്ന പറയുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ പുറകോട്ടാണ് പോകുന്നത്, മുന്നോട്ടല്ല. അപ്പോൾ ആശങ്ക വളരെ കൂടുതലാണ്. വിശേഷിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് ഈ ഗൾഫിലെ ബോംബിംഗ് ആണ്. നമ്മൾ വലിയ താല്പര്യമൊന്നും ഇവിടെ ആരും എടുക്കുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ അതൊരു അറ്റാക്ക് ഓൺ ദ ഗൾഫ് ഇസ് ആൻ അറ്റാക്ക് ഓൺ ഇന്ത്യ എന്നൊരു